ഹായ്, ഞാൻ ദീപ. ഇന്നലെ എൻ്റെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾ എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഒരു ടിപ്പാണ് ചോദിച്ചത്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും കുട്ടികളൊക്കെ ഭയങ്കര സ്ലോ ആണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ആ ഒരു ലെവലിലേക്ക് ഇവരെയും കൂടെ എത്തിക്കാനായിട്ട് ഇവർ ഒത്തിരി ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്താലാണ് ഇവരെയൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കി എടുക്കാൻ പറ്റുന്നത്? അതായിരുന്നു ചോദ്യം. അപ്പോൾ ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ഓർത്തുപോയി. കുറേ നാൾ മുന്നേ ഉള്ള എന്നെ തന്നെ ഞാൻ ഓർത്തുപോയി. കാരണം നമ്മളെയൊക്കെ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കുന്നത് ഓക്കെ, ഒരു വീട്ടിലേക്ക് ഒരു കുട്ടി കടന്നു വന്നു കഴിഞ്ഞാൽ ആ വീടിൻ്റെ മൊത്തം കാര്യങ്ങളും എല്ലാം അവർ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഒരു അലിഖിത നിയമമാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കുറേശ്ശെ മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും നമ്മുടെയൊക്കെ കാലത്ത്, അതായത് എൻ്റെയൊക്കെ, എനിക്കിപ്പോൾ 42 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ കല്യാണം കഴിയുന്ന സമയത്ത് നമ്മുടെയൊക്കെ അമ്മമാരും അല്ലെങ്കിൽ നാട്ടുകാരും ഒക്കെ പറയുന്നത്, നീ വേണം ഇനി ആ വീടിൻ്റെ കംപ്ലീറ്റ് തലവര മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ നീ വേണം ഇവനെ നന്നാക്കിയെടുക്കാൻ. അതായത് ഇത്രയും നാള് ഒരു പുള്ളിക്കാരൻ്റെ അപ്പനും അമ്മയും വിചാരിച്ചിട്ട് മാറാത്ത സ്വഭാവവും ഡിസിപ്ലിൻ ഒക്കെ വരുത്തേണ്ടത് ഇനി കെട്ടിക്കേറി വന്ന പെണ്ണാണ് എന്നുള്ളൊരു അലിഖിത നിയമം അല്ലെങ്കിൽ ലിഖിത നിയമം പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറേശ്ശേക്കും ഉണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു മനസ്സിൽ എന്താണ്, ഓൾറെഡി നമ്മളെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചേക്കാണ്. നമ്മളാണ് ഇനി ഒരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നീ വല്ലയിടത്തും കെട്ടിക്കേറി പോകേണ്ട പെണ്ണാണ്. അപ്പം നീ ഇവിടെ കറക്റ്റായിട്ട് ജോലി ചെയ്തില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, നിന്നെ ഒന്നും പഠിപ്പിക്കാതെയാണോ വിട്ടത്? ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ നന്നായിട്ട് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യിച്ചു കൊണ്ടുപോവുക, പ്ലസ് അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ എല്ലാം ഒരു മാനേജർ പൊസിഷനിൽ നിന്ന് കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പണ്ടോട്ടെ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ അവരുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതാവട്ടെ, അവർക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതാവട്ടെ, അവർ കുറച്ചും കൂടെ സ്മാർട്ട് ആക്കുന്നതാവട്ടെ, അവരുടെ ലൈഫ് സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു രീതിയിലാണ് സാധാരണ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അപ്പൊ അതേ ഒരു കാറ്റഗറിപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു ഞാനും കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിചാരം ഓക്കെ, ഇനി അങ്ങോട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി അടിച്ച് തൂത്ത് റെഡി ആക്കണം എന്നുള്ളൊരു ഇന്റൻഷനിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ക്യാരക്ടർ ഉണ്ട്, അതായത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പൊ എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്കും ഇങ്ങനെ ചെയ്തുകൂടാ? ഞാൻ കുഞ്ഞിലെ തൊട്ടേ ഞാൻ പറയുന്ന കാര്യം, ഞാൻ പരീക്ഷയ്ക്ക് പെൻസിലൊക്കെ കറക്റ്റായിട്ട് ചെത്തിക്കൊണ്ട് പോകും. അപ്പം പരീക്ഷയുടെ സമയത്ത് വന്നിട്ട് പേനയില്ല പെൻസിലില്ല എന്ന് പറഞ്ഞ് വായം പൊളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ എന്തിന് ഞാൻ സഹായിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിക്കാരിയായിരുന്നു ഞാൻ. ഇപ്പോഴും അതിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല, എങ്കിലും കുറച്ചൊന്ന് ലിബറൽ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തുകൊണ്ട് ഇവരിതൊന്നും ചെയ്യുന്നില്ല? എനിക്കിതൊക്കെ വൃത്തിയാക്കി ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നില്ല? ഇതേ ആറ്റിറ്റ്യൂഡ് ഞാൻ എൻ്റെ ഫാമിലിയിൽ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഭയങ്കരമായ ഫ്രിക്ഷനാണ് ഉണ്ടാവുന്നത്. അതായത് എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിട്ട്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും എനിക്ക് കാര്യങ്ങളെല്ലാം ചടപടാൻ നടക്കണം. നമ്മുടെ വീട്ടിൽ നമ്മളെ ട്രെയിൻ ചെയ്യിച്ചേക്കുന്ന അങ്ങനെ, എവിടെയോട്ടെങ്കിലും പോകാൻ റെഡിയാണെങ്കിലും റെഡിയാണോ? മനസ്സിലായി? മുടിയും ചീകി മറ്റേ കണ്ണാടി നോക്കി ഒന്നും നിൽക്കാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല, പെട്ടെന്ന് റെഡി ആയിക്കോണം. അപ്പൊ അത് വെച്ച് നോക്കുവാണെങ്കിൽ എൻ്റെ വീട്ടിലെ പിള്ളേരാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും റെഡി ആവുന്നതിനും ടൈം എടുക്കും, കുളിക്കുന്നതിന് ടൈം എടുക്കും, ഫുഡ് കഴിക്കുന്നതിനും. അത് അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നാക്കും, അല്ലെങ്കിൽ അവരിങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്ക് ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് മറ്റേ തരിച്ചു വരും. അപ്പൊ നമ്മൾ കുറെ ഇവരെ ശരിയാക്കി എടുക്കാൻ, ഇത് ഇങ്ങനല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ശരിയാക്കി എടുക്കാനായിട്ട് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ അവർക്കൊരു തലവേദന, നമുക്ക് നമ്മൾ എക്സോസ്റ്റഡ് ആവും, നമ്മൾ ഡ്രെയിൻഡ് ആവും, ഇവരെ അങ്ങ് നന്നാക്കി എടുക്കാൻ. നമ്മുടെ സ്വഭാവം ഒന്നും അല്ല നോക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ, നമ്മൾ ഇവരെ നന്നാക്കുന്നത് നമ്മൾ അവരോടുള്ള സ്നേഹം കാരണം ചെയ്യുന്നു എന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ് ഇവരെയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക, അല്ല ഇവരെ കൊണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, നമ്മളെപ്പോലെ തന്നെ അവര് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. കൊച്ചു പിള്ളേരാണെങ്കിൽ പോലും അവർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അവരുടേതായ ഒരു പേസ് ഉണ്ട്, അവർക്ക് അത് ചെയ്യുന്നതിന് ഒരു കംഫർട്ട് ഉണ്ട്. എനിക്ക് ഇപ്പം പറയുവാന്നേ, ഞാൻ തേങ്ങ ചുരണ്ടുന്ന ഒരു രീതിയിലാണ്. എന്നോട് വന്നിട്ട് ഇങ്ങനല്ല തേങ്ങ ചുരണ്ടെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇത് എൻ്റെ രീതി, എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല, ഞാൻ അങ്ങനെ തേങ്ങ ചുരണ്ടുന്നില്ലേ, ഒരു പ്രശ്നമില്ല. അപ്പൊ വെറുതെ വഴി കൂടെ പോകുന്ന ഒരാള്, അല്ല എൻ്റെ വീട്ടിലുള്ള ഒരാൾ പറയും ഇങ്ങനെ ചെയ്താൽ പറ്റത്തില്ല, അല്ലെ ഇങ്ങനെയല്ല പാത്രം, ഞാനിപ്പം കുറച്ച് പാത്രം ആയിട്ടാണ് കഴുകുന്നത്, അല്ലെങ്കിൽ അപ്പപ്പ കഴുകുന്ന ആളാണ്, ഇത് എന്ത് സ്വഭാവമാണെങ്കിലും വേറൊരാൾ വന്നിട്ട് അതിൽ കമന്റ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സെയിം വേ ഞാൻ കുക്ക് ചെയ്യുന്നതാണെങ്കിലും ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്നത്, വേണേ കഴിക്കേ, ഇല്ലേ നിങ്ങൾക്ക് വേണേ നിങ്ങൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക. ആ ആറ്റിറ്റ്യൂഡുള്ള ഞാനാണ് ബാക്കിയുള്ളവരുടെ ക്യാരക്ടർ മാറ്റാനായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറ്റാനായിട്ട് നിൽക്കുന്നത്. ഞാൻ എൻ്റെ മൂത്ത ആളോട് 10th അവളോട് ഞാൻ പറഞ്ഞു, ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4:30 എണീറ്റ് പഠിക്കും,
എന്നിട്ട് ടൈം ടേബിൾ വെച്ച് ഇങ്ങനെ ബ്രേക്ക് വെച്ചൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതേസമയം ഇവളുടെയൊക്കെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല് മൊത്തം അവൾ വെറുതെ നടന്നിട്ട് രാത്രി ഒരു 10:30 ആകുമ്പോഴാണ് അവൾ പഠിക്കാനിരിക്കുന്നത്. അപ്പം ഞാൻ പറയും, ഇങ്ങനെ രാത്രി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പോകത്തില്ലേ, ഇങ്ങനെയാണോ പഠിക്കേണ്ടത്? അപ്പോൾ അവസാന നിമിഷം പഠിക്കുന്ന ആളാണ്. ഞാൻ അന്നന്ന് പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത് രണ്ടും ഭയങ്കര ക്ലാഷ്. ഞാനപ്പോൾ ആലോചിക്കും, ഇതെന്താ ഇങ്ങനെയല്ല പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഇവളുടെ പുറകെ നടക്കും. പക്ഷെ 10th റിസൾട്ട് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾ എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് അമ്മയുടെ ഒരു രീതിയുണ്ട് എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയുടെ രീതി തന്നെ വരണമെന്ന് ഇത്ര നിർബന്ധം എന്താ? ഞാൻ എങ്ങനെയായാലും പഠിച്ചാൽ പോരെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ മഗ്ഗപ്പ് ചെയ്യുന്ന ഒരാളാണ്, അവൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്ന ഒരാളാണ്. ആ ഒരു വ്യത്യാസം ഒന്നും നോക്കുന്നില്ല. ഞാൻ നോക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഇങ്ങനെ തന്നെ നീയും പഠിക്കണം. അപ്പൊ അവളുടെ ആ ഒരു ചോദ്യം ഉണ്ട്, അതായത് അമ്മ ചെയ്യുന്നതെല്ലാം അതുപോലെ ഞാൻ ചെയ്യണമെന്ന് എന്താ ഇത്ര നിർബന്ധം, കാര്യം നടന്നാൽ പോരെ എന്നുള്ളതാണ് ഇവളുടെ ചോദ്യം. ആ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ എന്നെ കുറേ അധികം കാര്യങ്ങൾ ശരിയാണല്ലോ, എന്തിന്റെ ആവശ്യത്തിനാണ് ഞാൻ ഇങ്ങനെ കിടന്ന് വായിട്ടലക്കുന്നത്? അവളുടെ വഴിക്ക് പോട്ടെ, ഇനി അവൾ തോറ്റാലും ജയിച്ചാലും അത് അവൾക്ക് മാത്രം, ആ കോൺസിക്വൻസ് അവളാണ് നോക്കേണ്ടത്. അതിന് ഞാൻ ഇവിടെ കിടന്ന് വെപ്രാളം പിടിച്ചിട്ട് കാര്യമില്ല. നമ്മളെ ട്രെയിൻ ചെയ്യിച്ചേക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ വൃത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അവരെ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് കൊണ്ടു നടക്കണം എന്നുള്ളത്. അപ്പൊ അതൊരു റിയലൈസേഷൻ ആയിരുന്നു, ഇതിൻ്റെയൊക്കെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ബുക്കിന്റെ വുമൺ ഹൂ ലവ്സ് ടു മച്ച് എന്ന് പറഞ്ഞൊരു ബുക്ക്. അപ്പൊ ആ ബുക്കിലും പറയുന്നത്, നമ്മൾ ഈ ബാക്കിയുള്ളവരെ പാരന്റ് ചെയ്യാനായിട്ട് പോകേണ്ട ഒരാവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മുടെ പാർട്ട്ണറിനെ ആണെങ്കിലും നമ്മുടെ വീട്ടിലെ മറ്റാൾക്കാരെ ആണെങ്കിലും അല്ല നമ്മുടെ ലൈഫിലെ വേറെ ഏത് റിലേഷൻ ആണെങ്കിലും നമ്മൾ അവരെ നന്നാക്കാനോ അല്ലെ അവരുടെ കാര്യങ്ങൾ മാറ്റാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അവരവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്, അവരത് ചിന്തിച്ചോളും. ഇനി അവർ ചിന്തിച്ചിട്ടും അവർക്ക് ഉഴപ്പാനാണ് താല്പര്യമെങ്കിൽ അവർ ഉഴപ്പി അതിന്റെ കോൺസിക്വൻസ് ഒക്കെ പഠിച്ച് അവരെന്നാന്ന് വെച്ചാൽ മുന്നോട്ട് പൊക്കോട്ടെ. നമ്മൾ ഇതിന്റെ പുറകെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ റിയലൈസ് ചെയ്ത കാര്യം. ശരിക്കും ഇവരുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ, അതായത് ഇപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് റെഡിയായി വരാൻ അങ്ങനെയൊന്നും നിർബന്ധം പിടിക്കാതെ വന്നപ്പോൾ ലൈഫ് കുറച്ചും കൂടി ഈസിയായി, കുറച്ചും കൂടെ നമുക്ക് പ്രഷർ കയറുന്നത് കുറഞ്ഞു. നമ്മുടെ ഒരു മെന്റൽ പീസ് ഇപ്പോൾ സത്യം പറഞ്ഞ ഒരു 40-ന് ശേഷം മെന്റൽ പീസിനാണ് ഏറ്റവും അത്യാവശ്യം എനിക്ക്. അപ്പോൾ ഞാൻ നോക്കുമ്പം കുറച്ചും കൂടെ നമുക്ക് സമാധാനമുണ്ട്. ശരിയാണ്, ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര വെപ്രാളമായിരിക്കും, ഇവർ കറക്റ്റായിട്ട് ചെയ്യുമോ? കാരണം ഈ ചോദിച്ച പുള്ളിക്കാരി എന്നോട് ചോദിച്ചത്, നമ്മളല്ലേ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, ഇത് നോക്കിയില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ, എന്തെങ്കിലും മോശമായ ഒരു അവസ്ഥയിലേക്ക് അവർ പോയാലോ, ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ മോശമായ അവസ്ഥയിലേക്ക് പോയാലോ എന്നുള്ളതാണ് അവർ ചോദിച്ചത്. അത് ആ ഒരു പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന തന്നെയാണ് നല്ലത്. പിന്നെ എൻ്റെ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ വീട്ടിൽ എല്ലാം അടുക്കി പെറുക്കി നല്ല ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് ഒക്കെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും, ഈവൻ കുക്കിംഗ് ആണെങ്കിലും വീടെല്ലാം അടുക്കി പെറുക്കി വെക്കുന്നതിലും ഒക്കെ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്തിരുന്ന ഒരാൾ, അല്ലെങ്കിൽ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ കുറേയധികം എഫേർട്ട് ഇട്ടിരുന്ന ആളാണ് വീട്ടിൽ. അപ്പൊ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ആ ഒരു ഇതെന്റെ തലയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതുപോലെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യാം, ആരും പറഞ്ഞിട്ടല്ല, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. കുക്കിങ്ങിലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിലും എനിക്കൊരു രീതിയുണ്ട്, ആ രീതിയിൽ ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ജോലികൾ ഇങ്ങോട്ട് വന്നു കയറുന്നതല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി പോലും ഒഴിഞ്ഞു പോയിട്ടില്ല. ആര് പോലും നമുക്ക് എന്നാ ശരി നീ ഇത്രയും കഷ്ടപ്പെടുന്നില്ല, ഞാൻ കുറച്ചും കൂടെ അങ്ങനെ ഒരു രീതിയല്ല. നമുക്ക് പണി വന്നുകൊണ്ടേയിരിക്കും, പണി അറിയാവുന്നവർക്ക്. നേരെ തിരിച്ച് എൻ്റെ അനിയനും അനിയത്തിയും ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ്. ഇപ്പം അനിയത്തി ആണെങ്കിലും അങ്ങനെ വീട്ടിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നില്ല. അവൾക്ക് എന്നെക്കാളും 8 വയസ്സ് ഇളയതാണ്. അപ്പം അവൾക്ക് ഇങ്ങനെ വീടൊക്കെ അടുക്കി പെറുക്കി വെക്കുക, കുക്കിംഗ് എന്നൊക്കെ അവൾക്ക് അറിയാം. പക്ഷെ വീട് അടുക്കി പെറുക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവള് വലിയ കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു ഏരിയ ആണ്. അപ്പൊ അവൾക്ക് അങ്ങനെ പ്രഷറൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ ഇവള് ഡിഗ്രി കഴിഞ്ഞപ്പോൾ തൊട്ട് പുറത്താണ്, ചെന്നൈയിലും ബാംഗ്ലൂരും പിന്നെ ഓസ്ട്രേലിയയിലും ഒക്കെയാണ് അവള്. പക്ഷെ ഇവക്ക് അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ, ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൾ പുറത്തു പോയതിന് ശേഷം ഇവളുടെ ആവശ്യമായിരുന്നു ഇവളുടെ റൂം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഇവൾ ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം സെറ്റായിട്ട് നടത്തുക എന്നുള്ളത് ഇവളുടെ ആവശ്യമായതുകൊണ്ട് ഇവൾ തപ്പി കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്തു. ഓരോ കാര്യങ്ങൾ ഫോൺ വിളിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയും ഒക്കെ ചെയ്തു. ഇത് നേരത്തെ പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പം, അത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ അവളുടെ ലൈഫ് പോയൊന്നുമില്ല, അല്ലേ? സെയിം വേ ഞാനിപ്പോൾ എൻ്റെ പിള്ളേരോട് ഞാൻ ഒരിക്കലും പറയത്തില്ല, നീ വേറെ വല്ലയിടത്തും കെട്ടിപ്പോണ്ട കൊച്ചാണ്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ. നിനക്ക് വേണേ നീ പഠിക്കും, നീ ഇനിയിപ്പോൾ വല്ല ഹോസ്റ്റലിലും പോയി നിൽക്കുവാണ്, അല്ലെങ്കിൽ നീ സെപ്പറേറ്റ് കുറെ നാൾ കഴിഞ്ഞ് പുറത്തെങ്ങാനുമാണ് നിനക്ക് ജോലി കിട്ടുന്നത്, അവിടെ പോയിട്ട് നിനക്ക് സർവൈവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കിന്ന് പറയും. അല്ലാതെ നിർബന്ധപൂർവ്വം പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ നീ ചെല്ലുന്ന വീട്ടിൽ
എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് നീ ഇപ്പോഴേ ഇതെല്ലാം പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയാറില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് റിയലൈസ് ചെയ്ത കാര്യമാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരത്തെ പഠിച്ചിരുന്നാൽ കുറച്ചൊരു ഗുണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആവശ്യമുള്ള എന്താണോ നമ്മൾ അന്നേരം അത് തപ്പി കണ്ടുപിടിച്ച് ചെയ്തിരിക്കും. നമുക്ക് വേണമെന്ന് വെച്ചാൽ വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, അത്രേ ഉള്ളൂ. അപ്പൊ അത് ആർക്കാ പോയേ? അവർക്കല്ലേ. അതിന് വേറൊരാൾ തലകുത്തി മറിയേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം എൻ്റെ അമ്മ എത്ര തലകുത്തി മറിഞ്ഞാലും ഞാൻ പോകുന്നൊരു രീതിയുണ്ട്. അതുപോലെ എൻ്റെ മക്കളോടും ഇപ്പം എൻ്റെ പാർട്ട്ണറിനോടും ഒക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അവർക്ക് പോകേണ്ട രീതിയിലേ അവർ പോകത്തുള്ളൂ. അതിന് ഞാൻ എന്തിനാ തലവേദന എടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ റിയലൈസ് ചെയ്ത കാര്യം. ഞാനിപ്പോൾ അങ്ങനെ അധികം കാര്യങ്ങൾ ഇവരോട് നിർബന്ധം പിടിച്ച് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും പറയത്തില്ല. ചെയ്തില്ല അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പം യൂണിഫോം ഒക്കെ അവർ കറക്റ്റായിട്ട് എടുത്തില്ല, അല്ലെങ്കിൽ ടൈം ടേബിൾ കറക്റ്റായിട്ട് എടുത്തില്ല, പിറ്റേന്ന് ടീച്ചറിന്റെ വായിലിരിക്കുന്ന കേൾക്കാനാണെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. ബുക്ക് കറക്റ്റ് കൊണ്ടുപോയില്ല, ടീച്ചറിന്റെ വായിലിരിക്കുന്ന കേൾക്കട്ടെ, വേണേ വഴക്കോ എന്താന്ന് വെച്ചാൽ. പക്ഷെ അടിക്കാൻ മാത്രം ഞാൻ പറയത്തില്ല. വഴക്ക് എന്താന്ന് വെച്ചാൽ മേടിച്ചിട്ട് വരാം, ഇമ്പോസിഷൻ മേടിച്ചിട്ട് വരാം, ഇത്രേ ഉള്ളൂ. യൂണിഫോം കഴിയില്ല, മുഷിഞ്ഞിട്ടോണ്ട് പോട്ടെ, ഒരു ദിവസം മുഷിഞ്ഞിട്ടോണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അവർ പഠിച്ചോളും. ഇനി ഇത് എൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ യൂണിഫോമാണ്, പിറ്റേന്ന് വൃത്തിക്ക് പോകണമെങ്കിൽ ഞാൻ തന്നെ നോക്കണം എന്നുള്ളത് അവർ റിയലൈസ് ചെയ്തോളും. ഇതൊക്കെയാണ് എൻ്റെ ടെക്നിക്ക്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ പുള്ളിക്കാരോട് പറഞ്ഞു, പാർട്ട്ണറിനെ ആണെങ്കിലും കുട്ടികളെ ആണെങ്കിലും നന്നാക്കാനായിട്ട് നോക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മനസ്സിലാക്കിയ കാര്യം അത് തന്നെയാണ്. കാരണം വേറൊരാൾ എന്നെ തിരുത്തുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ രീതികൾ കറക്റ്റാണ്, എനിക്കിത് മതി. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അത് അങ്ങനെയാണ് ഇഷ്ടം. വേറൊരാൾ വന്ന് അതിൽ കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെങ്കിൽ അതൊരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ല എനിക്ക് തോന്നുന്നത്. എനിക്ക് സ്വന്തമായിട്ട് തോന്നിയാൽ മാത്രമേ നമ്മൾ ആരാണെങ്കിലും മാറത്തുള്ളൂ. പുറത്തുനിന്ന് ആൾക്കാർക്കൊക്കെ പുഷ് ചെയ്യാൻ പറ്റും. സ്വന്തമായിട്ട് തോന്നിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. നമുക്കൊരു പരിധി വരെയൊക്കെ പറയാം. അതിനപ്പുറം നമ്മൾ പുറകെ നടന്ന് പറയുന്നത് നമ്മൾ ഡ്രെയിൻ ആവുന്നതിന് തുല്യമല്ല. നമ്മുടെ തന്നെ ഒരു മനസമാധാനം നഷ്ടപ്പെടുന്ന കാര്യമാണ്. നമുക്ക് തന്നെ കാര്യങ്ങൾ നോക്കാനുണ്ടല്ലോ, നമ്മുടെ തന്നെ കാര്യങ്ങൾ കുറേയധികം നോക്കാനുണ്ടല്ലോ. അതിനിടയ്ക്ക് എന്തിനാണ് ഈ ബാക്കിയുള്ളവരെ? ഒരു വീടായതുകൊണ്ട് ആ ഫാമിലിയിലെ ആൾക്കാരെ നമ്മൾ അവരെ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം വൃത്തിക്ക് ചെയ്യണം, അങ്ങനൊരു ഓവർ റെസ്പോൺസിബിലിറ്റി ആ വീട്ടിലെ അമ്മ എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളും വീട്ടിലുണ്ടാവും. ഓക്കെ, ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്തിടണം, ഫുഡ് ഇത്ര നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് ഏറ്റവും അവസാനം കഴിക്കുന്നവർ ലാസ്റ്റ് ഇരിക്കുന്ന പാത്രങ്ങളും കൂടെ കഴുകി വയ്ക്കണം. കാരണം പിറ്റേന്ന് കുക്ക് ചെയ്യണമെങ്കിൽ കിച്ചൺ ക്ലീൻ ആയിരിക്കണം. അതുപോലെ ലോണ്ട്രി ബാസ്ക്കറ്റിൽ ഇട്ടാൽ മാത്രമേ തുണി കഴുകത്തുള്ളൂ, അവിടെ എവിടെയും കൊണ്ടിട്ട് കഴിഞ്ഞ് ഞാൻ കഴുകത്തില്ല. ഇങ്ങനെയുള്ള കുറേ റൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതുപോലെ നമ്മളും പാലിച്ചു കഴിഞ്ഞാൽ ഇവർ ഓട്ടോമാറ്റിക്കലി ഇത് പാലിച്ചോളും. ആ വീട് കറക്റ്റായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ ഞാൻ നിങ്ങളുടെ ആരുടെയും വേലക്കാരിയും അല്ല. ഈ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കറക്റ്റായിട്ട് വെക്കാൻ കുറേശ്ശെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെന്നിരിക്കും. അത് ഒരു സ്നേഹത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ് എന്ന് വെച്ച് എല്ലാം എൻ്റെ തലയിലോട്ട് വെച്ച് തരാൻ നോക്കണ്ട. ഞാൻ ചെയ്യത്തില്ല എന്നൊരു റൂള് നമ്മളും എടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ പൊക്കോളും. അത് ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കാൻ നമുക്കും കൂടെ നമ്മളും ആ മൈൻഡ് സെറ്റിലേക്ക് മാറണം. അല്ലാതെ നമ്മൾ വായിട്ട് അലക്കുകയും ചെയ്യും, നമ്മൾ പോയി ചെയ്തും കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അവരെ അവരുടെ വഴിക്ക് വിടുക. നമ്മൾ റൂൾസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് ഒരു വീട് നന്നായിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ദിവസം വീട് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് എല്ലാവർക്കാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്തെ ഞാൻ ചെയ്യത്തുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സമാധാനം, അവർക്കും മനസ്സമാധാനം.